സുപ്രീം കോടതിയുടെ ഈ ബെയിൽ കൊടുത്ത അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ച ഈ ഓർഡർ അതെന്തായാലും കൺവേ ചെയ്ത് 2 ദിവസത്തിനകം പൾസർ സുനി ജാമ്യത്തിലിറങ്ങും. പൾസർ സുനിയുടെ നീക്കം ഇനി എന്താണ്? പ്രോസിക്യൂഷൻ ഭാഗത്തിട്ട് നിൽക്കുമോ? കാരണം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാരണഭൂതൻ ആരാണ്? അയാളിലേക്ക് പൾസർ സുനി നീങ്ങുമോ? അയാളിൽ നിന്ന് വല്ല സാമ്പത്തിക വല്ലതും നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കും എന്ന് ഇയാൾക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അണ്ടർഗ്രൗണ്ടിൽ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അധികം നാൾ ഇനി ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ചു പൾസർ സുനി. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പൾസർ സുനിയുടെ നീക്കം പ്രോസിക്യൂഷൻ അനുകൂലമോ പ്രതികൂലമാവുമോ എന്നറിയില്ല. തനിക്ക് താൻ ഉദ്ദേശിച്ച പണം യഥാർത്ഥത്തിൽ തനിക്കൊരു കൊട്ടേഷനാണ് നൽകിയത് എങ്കിൽ ആ പണം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പൾസർ സുനി അടങ്ങുകയുള്ളൂ. ആ പണം മാത്രമല്ല, 7 വർഷം ജയിലിൽ കിടന്നതിൻ്റെ കോമ്പൻസേഷൻ കൊണ്ട് ലഭിക്കണം. നല്ലൊരു സംഖ്യ ലഭിച്ചെങ്കിൽ മാത്രമേ ചിലപ്പം 10 കോടി വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മാത്രമേ ഇതൊരു സെറ്റിൽമെൻറ്റിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. വരും ദിവസങ്ങളിലെ പൾസർ സുനിയുടെ നീക്കം എന്താണെന്ന് നമുക്കറിയാം. ജയിൽ വിമോചനായ ശേഷം അയാളെ പോലീസ് നിരീക്ഷിക്കും. 24 മണിക്കൂറും പോലീസ് നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കും, യാതൊരു സംശയമില്ല. അയാളുമായിട്ട് ബന്ധപ്പെടുന്നത് ആര്, ഏത് വിധത്തിൽ ബന്ധപ്പെടുന്നു? ഓൺലൈനിലാണോ? ജാമ്യ കണ്ടീഷനിൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രസൻറ്റ് വെക്കേണ്ടി വരും. അയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യും. അയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഏതാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും, പറഞ്ഞു കൊടുക്കേണ്ടി വരും. അയാൾ താമസിക്കുന്ന വസതി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആരൊക്കെയാണ് അയാളെ സന്ദർശിച്ചതെന്നുള്ള വിവരം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പോലീസ് രഹസ്യമായി നിരീക്ഷിക്കുകയും ചെയ്യും. കാരണം പ്രോസിക്യൂഷൻ തീർന്നിട്ടില്ല. പ്രോസിക്യൂഷൻ ഭാഗം ആ പ്രോസിക്യൂഷൻ ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ DYSPയെ വിസ്തരിച്ച് തീർന്നതേ ഉള്ളൂ. ബാക്കി നടപടിക്രമം കിടക്കുകയാണ്. ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അത് ഇരുപക്ഷത്തെ ആർഗ്യുമെൻറ്റും കഴിയുമ്പം കോടതി വിധി പറയാനായിട്ട് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് എഴുതാനായിട്ട് ചിലപ്പം 1 മാസം കൊണ്ട് എടുത്തെന്ന് വരാം. ഏതായാലും 2024 ഡിസംബർ 30-നകം ചിലപ്പോൾ അതിനപ്പുറത്തോട്ട് നീളാം. സുപ്രീം കോടതി ഏതായാലും എല്ലാ വിവരങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കേട്ടു, സ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് കേട്ടു. അതിനുശേഷം ഇന്ന് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. പൾസർ സുനിയുടെ വാദഗതി താനിപ്പോൾ 7.5 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്, റിമാൻഡിലാണ്, ശിക്ഷയല്ല. പൾസർ സുനി ചെയ്ത കുറ്റത്തിന് 7 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം. കോടതിയെ ഏത് കുറ്റമാണ് കണ്ടെത്തുന്നത് നമുക്കറിയില്ല. സാക്ഷികളുടെ തെളിവുകളും പ്രോസിക്യൂഷൻ്റെ ഭാഗങ്ങളെല്ലാം കേട്ട ശേഷം കോടതി ഒരു കൺക്ലൂഷനിലെത്തും. അതിനുശേഷം 354 ഉള്ളൂ എന്ന് തോന്നിയാൽ 7 വർഷം വരെ തടവും മതി. അതേ സമയത്ത് 376 ഡിയിലോട്ട് വന്നാൽ അത് തീർച്ചയായിട്ടും 10 വർഷം വരെ ശിക്ഷിക്കാം. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യത വിരളമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ 7.5 വർഷം കിടന്നതിന് 2.5 വർഷമേ ഉള്ളൂ. ഇതിനകത്ത് മറ്റു പ്രതികൾക്ക് ശിക്ഷ കിട്ടിയാൽ അവരൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയി ജാമ്യത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് ഈ പൾസർ സുനി ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാലും മറ്റുള്ളവർക്ക് ശിക്ഷ ലഭിച്ചാൽ അവരെല്ലാം വർഷങ്ങളോളം ഇനി ജയിലിൽ കിടക്കേണ്ടി വരും. 7 വർഷം ജയിലിൽ കിടന്നുകൊണ്ട് പൾസർ സുനിക്ക് 7.5 വർഷം ജയിലിൽ കിടന്നുകൊണ്ട് പൾസർ സുനിക്ക് റിമിഷൻ പീരീഡും റിമാൻഡ് പീരീഡൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ നോക്കുമ്പോൾ പൾസർ സുനിക്ക് ശിക്ഷയുടെ കാലാവധി 10 വർഷത്തിനകത്തേ വരുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ കേസിൻ്റെ വിധി വരുന്നതോടുകൂടി തന്നെ 1-2 വർഷം കൂടെ കിടന്നിട്ട് പൾസർ സുനിക്ക് വെളിയിലേക്ക് പോകാം. മറ്റു പ്രതികൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അവർ കൂടുതൽ വർഷങ്ങളോളം ഇനി ജയിലിൽ കിടക്കണം.